ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആയുർവേദ ഡോക്ടേഴ്സ് സ്ഥിരമായിട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്ന, നിങ്ങൾക്കും വളരെ സുപരിചിതമായിരിക്കും, എൻ്റെ പ്രിസ്ക്രിപ്ഷനിലും ധാരാളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഗുളികാ യോഗമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ധന്വന്തരം ഗുളിക നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. എന്നാലും ഇതെങ്ങനെ തയ്യാറാക്കാം, ഏതേത് അവസ്ഥകളിൽ ഇത് പ്രയോഗിക്കുന്നു, ഇതെല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് തയ്യാറാക്കാനായിട്ട് ഏകദേശം 14ഓളം ഔഷധയോഗങ്ങൾ ആവശ്യമാണ്. ഔഷധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വരുന്നു. ഇത് ഓരോരോ കാലദേശത്തിനനുസരിച്ചും ഓരോരോ ഫാർമസികളിലും ഓരോരോ വൈദ്യന്മാരും ഡോക്ടേഴ്സും അവരവർക്ക് കൂടുതലായിട്ട് ഏതേത് ചികിത്സാ രീതികളിൽ ഉപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ട് ഔഷധയോഗങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. എന്നിരുന്നാലും കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന സ്വീകരിച്ചു പോരുന്ന ഒരു ഔഷധക്കൂട്ട് ഇന്നിവിടെ പറയാം. അതിനായിട്ട് സാധാരണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏലത്തരിയും ചുക്കും കടുക്കത്തോടും ജീരകവും ചെറുവഴുതിന വേരും ദേവതാരം, അതുപോലെ പച്ചക്കർപ്പൂരം, പുത്തരിച്ചുണ്ട വേര്, രുദ്രാക്ഷം, കണ്ടിവെണ്ണ, വെരികിൻ പുഴുക്, ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എന്നിങ്ങനെ 14ഓളം ഔഷധദ്രവ്യങ്ങളുണ്ട്. ഇത് നന്നായി പൊടിച്ച് ജീരക കഷായത്തിലും പനിനീരിലും അരയ്ക്കും. എന്നിട്ട് നിഴലിൽ ഉണക്കി മാഷം, അതായത് ഉഴുന്നുമണിയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കും. ഇങ്ങനെയാണ് ഗുളിക തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതിനായിട്ട് ആചാര്യന്മാർ തന്നെ പൊതുവെ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് പ്ലാവില ഞെട്ടിയും ജീരകവും പുത്തിരിച്ചുണ്ട വേരും കൂടെ കഷായം വെച്ചിട്ട് അതിൽ ഈ ധന്വന്തരി ഗുളിക ചാലിച്ച് ചേർത്തിട്ട്, അതായത് പണ്ടുപോലെ ചെറിയ മൺചട്ടിയിൽ ഇങ്ങനെ ചാലിച്ച് അരച്ച് ചേർക്കുക ചെയ്യുക ആ കഷായത്തിൽ. അങ്ങനെ ആ കഷായം കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് ശീലിച്ചാൽ വായുക്ഷോഭം ശമിക്കുന്നതിന്, കഫപ്രസേകം, അതായത് കഫം തെളിഞ്ഞു വരിക, ഛർദി ഓക്കാനമൊക്കെ ഉണ്ടാവുക, അതുപോലെ വായു വിലങ്ങത്തിലാവുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾ, ഇതിനൊക്കെ സമാധാനം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സാധാരണയായിട്ട് ഡോക്ടേഴ്സ് ഒട്ടുമിക്ക രോഗങ്ങളും ഉപയോഗിച്ചു വരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു വർദ്ധിച്ചിട്ടാണ് എല്ലാ രോഗങ്ങളിലും, ഏതേത് രോഗാവസ്ഥയായാലും ഒരു സ്റ്റേജിൽ വാദം വർദ്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. അതായത് വായുവാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിന് സഹായകമാണ്. അപ്പോൾ വായു കോപിച്ചിരിക്കുന്ന അവസ്ഥ ഏത് രോഗത്തിനും ഒരു സമയത്ത് അനുഭവപ്പെടും. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ആ കൃത്യസമയത്ത് ഈ ഗുളിക പ്രയോഗിക്കാൻ സാധിച്ചാൽ പെട്ടെന്ന് ആ രോഗാവസ്ഥയ്ക്ക് ശമനം ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ജീരക കഷായം, പ്ലാവില ഞെട്ടിയും പുത്തിരിച്ചുണ്ട വേരും കഷായം വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക്, അതായത് ശ്വാസകാസത്തിന് ഇതാചാര്യം ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ശ്വാസരോഗം എന്ന് പറഞ്ഞാൽ ആസ്മ രോഗം കഫസംബന്ധമായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ശിരസിനെ ആശ്രയിച്ച് കഫം വർദ്ധിച്ച് തലവേദന ഉണ്ടാവും, മൂക്കടപ്പുണ്ടാവും, തുമ്മലുണ്ടാവും, ജലദോഷം വരാം. അതുപോലെ ശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസനാശായ എന്നാണ് അതിന് പറയാം. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആസ്മയ്ക്ക് സമാനമായ അവസ്ഥ. അത് പഞ്ചകാസങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ പഞ്ചശ്വാസരോഗങ്ങൾ പറയുന്നുണ്ട്. കാസരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചുമ ഉണ്ടാവുക. ഇതിനൊക്കെ ഇത് പ്രയോഗിക്കും. അപ്പോൾ അതിനായിട്ട് പലതരം ഔഷധങ്ങൾ, കഷായങ്ങളും അരിഷ്ടങ്ങളൊക്കെ മാറി മാറി മേമ്പടിയായിട്ട് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അതൊന്ന്. ഇനി അതുപോലെ ആമാശയം, ചിലപ്പോൾ നെഞ്ചിൽ കഫ കെട്ടുമ്പോഴാണ് ഈ ആസ്മയും ചുമയും തുമ്മലും ജലദോഷം, കഫക്കെട്ട്, സൈനസൈറ്റിസ്, നേസൽ പോളിപ്പ്, അത്തരം രോഗാവസ്ഥകളും ലക്ഷണങ്ങളും കാണിക്കുക. ഇനി ആമാശയത്തിൽ കഫം കിട്ടുമ്പോൾ ആമം വർദ്ധിച്ച് ദഹനക്കേടുണ്ടായിട്ട് അതുപോലെ വയറ്റിൽ കഫം വർദ്ധിക്കും. ആ സമയത്താണ് ഛർദി, ഓക്കാനം, അതുപോലെ വാദം വർദ്ധിക്കുമ്പോൾ എക്കിട്ടുണ്ടാവും, വായു കോപം ഉണ്ടാവുക, വായുവിൻ്റെ ഗതി മുടങ്ങി നിൽക്കുക, വായുവിൻ്റെ അനുലോമ ഗതി ഉണ്ടാവാനായിട്ട് സഹായിക്കും. അതായത് വായുവിൻ്റെ നോർമൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടാണ്. അതാണ് വായുവിൻ്റെ വാതാനുലോമനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വായുവിന് ബ്ലോക്ക് ഉണ്ടാവുക, വായു ഊർദ്ധഗതിയായിട്ടോ തിര്യഗതിയായിട്ടോ, അതായത് നേരെ തിരിച്ച് മേലോട്ട് വരിക, അത്തരം അവസ്ഥയിലാണ് ഹിക്കഫ് എന്ന് പറയുന്ന അവസ്ഥയിൽ അതുണ്ടാവുക ആ സമയത്താണ്. അപ്പോൾ അതിനും ഈ ഗുളിക പ്രയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വായു തിര്യഗതി ഉണ്ടാകുമ്പോൾ കലശലായ വയറുവേദന, ആത്മാനം, ആടോപം എന്നൊക്കെ പറയുന്നത്, അതായത് വയറിങ്ങനെ വീർത്തു വരിക, സ്തംഭിച്ചിരിക്കുക, ദഹനക്കേടുണ്ടാകുക, ഇതൊക്കെ വയറ്റിൽ കഫം വർദ്ധിച്ച് അഗ്നി ബന്ധിച്ച് ദഹനശക്തി ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ വായു കോപിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകളിലും കഫം കോപിച്ചുണ്ടാകുന്ന രോഗങ്ങളിലും ഇത് പറയുന്നുണ്ട്. അപ്പോൾ വാദവും കഫവും കോപിച്ചുണ്ടാകുന്ന രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളും അതിൽ കവർ ചെയ്തു. അതുകൊണ്ടാണ് എല്ലാ രോഗാവസ്ഥകളിലും ധന്വന്തരി ഗുളിക ഉപയോഗിക്കേണ്ടി വരും ഒരവസ്ഥയിൽ എന്ന് പറഞ്ഞ്. തന്നെയല്ല, എല്ലാ ഡോക്ടേഴ്സും പൊതുവെ ഉപയോഗിക്കുന്നതാണ്. എല്ലാ ഫാർമസികളിലും സുലഭമായിട്ട് ലഭിക്കും. നിങ്ങൾക്കിത് ഫസ്റ്റ് എയ്ഡായിട്ട് ഉപയോഗിക്കാം. ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ എപ്പോഴും ഇത് കയ്യിൽ കരുതിയിരിക്കണം. ഞാൻ അതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് എയ്ഡായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഓരോ വീട്ടിലും സൂക്ഷിക്കേണ്ടതാണ്. അതായത് കുട്ടികൾക്ക് ഛർദി ഉണ്ടായി, അല്ലെങ്കിൽ ശോധനയില്ലാതെ വന്നു, ഗ്യാസ് ട്രബിൾ ഉണ്ടായി, പ്രായമായവർക്കൊക്കെ ഏമ്പക്കവും വായു പോവാതെ നെഞ്ചത്ത് കനം തോന്നുക, വേർപ്പുണ്ടാവുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ആസ്മ വർദ്ധിക്കുക, ഇത്തരമൊക്കെ രോഗാവസ്ഥകളിലൊക്കെ ഇത് നിർദ്ദേശിക്കാവുന്നതാണ് പൊതുവെ. അതിന് അനുയോജ്യമായ
കഷായങ്ങൾ രോഗാവസ്ഥയ്ക്കനുസരിച്ചും രോഗിയുടെയും രോഗത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് നിശ്ചയിക്കാനായിട്ട് നിങ്ങളുടെ ആയുർവേദ ഡോക്ടർക്ക് സാധിക്കും. അതൊരു ഡോക്ടറെ കണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. എന്നിരുന്നാലും ഒരു എമർജൻസി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് 2 ധന്വന്തരി ഗുളിക അല്പം ജീരക കഷായത്തിൽ ചാലിച്ചങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചവച്ചരച്ച് മീതത്തിരി ചൂടുവെള്ളം കുടിച്ചാൽ ആ വായുവിന് അനുലോമനം വരുമ്പോൾ ഈ വയറ് സ്തംഭിച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ ശിരസിൽ നെഞ്ചിലുമൊക്കെ കഫം കെട്ടിയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ശമനം ലഭിക്കും. ഒരു സംശയമില്ല. ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് കൃത്യമായ എല്ലാ ഔഷധ ചേരുവകളും ചേർത്ത് ആവശ്യമായ അളവുകളിൽ കൃത്യമായ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് നല്ല ഒരു ഫാർമസി കമ്പനി തയ്യാറാക്കുന്നത് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എന്താ വെച്ചാൽ ഇതിൽ ചില അപൂർവ വെരികിൻ പുഴുകൊക്കെ കിട്ടാനും അല്പം പാടാണ്, അതുപോലെ ഇച്ചിരി വില കൂടുതലാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധത്തിന് ഈ വേണ്ടത്ര ഗുണം ലഭിക്കുകയുള്ളൂ. ഈ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്, ഇതിനൊക്കെ എന്ത് രോഗാവസ്ഥയും, ഇനിയിപ്പോൾ ശ്വാസം കിട്ടാതെ നമുക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ ഒരു രോഗം നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു രോഗാവസ്ഥ, കുഞ്ഞിനായാലും പ്രായമായവരായാലും ഒന്നും മനസ്സിലായില്ലെങ്കിൽ കണ്ടടച്ച് 2 ധന്വന്തരി ഗുളിക ചൂടുവെള്ളത്തിലോ ചൂടുള്ള ജീരവെള്ളത്തിലോ ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ശമനം ലഭിക്കും ഏത് രോഗാവസ്ഥയിലും. അതിൽ ഊർജ്ജശ്വാസം, ഇപ്പോൾ പലരും മരണപ്പെടുന്നതിനൊക്കെ മുമ്പ് ഒരുപാട് ശ്വാസം കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ കാണാം. അപ്പോൾ ആ സമയത്ത് പോലും നമ്മൾ ഇത് ജീരക കഷായത്തിലോ ചൂടുവെള്ളത്തിലോ ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം ലഭിക്കും. ആ വായുവിൻ്റെ ഗതിക്ക് അനുലോമനം വരുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് ആ സമയത്ത് വായു പോകുന്ന ആ ഊർജ്ജശ്വാസം വലിക്കുന്ന ആ സമയത്ത് പോലും അതിന് ആശ്വാസം ലഭിക്കാൻ പോലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പോലും ഈ ഗുളികയ്ക്ക് സാധിക്കും. അതാണ് ഈ ഗുളികയുടെ പ്രത്യേകത. അതുപോലെ കോമൺ ആയിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന മറ്റൊരു സംഗതിയുണ്ട്, ഞാൻ എൻ്റെ മിക്കവാറും വീഡിയോകളിൽ പറയാറുമുണ്ട്. അതായത് ഗർഭിണികൾക്ക്, സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവം, ആ ഗർഭം ധരിച്ച 10 മാസം ഗർഭം ചുമന്ന് ആ പ്രസവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയാസകരമായ, ഏറ്റവും കൂടുതൽ അവരുടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രസവം. അപ്പോൾ അതിനു മുമ്പ് ആ ഗർഭകാലത്തും അതുപോലെ ആ പ്രസവ സമയത്തും ഈവൻ ആ കുഞ്ഞിന് പോലും അതിൻ്റെ ആരോഗ്യം സുഖകരമായ പ്രസവം നടക്കുന്നതിനും ആരോഗ്യവാനായ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനും സഹായകമാവും ഈ ഗുളിക 1-ാം മാസം മുതൽ പ്രസവം വരെ ഇത്തിരി ജീരക കഷായത്തിലോ അല്ലെങ്കിൽ മാസാനുഗതമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കഷായങ്ങളിലോ പോലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റ് അരിഷ്ടങ്ങളിലോ കഷായത്തോടോ ചേർത്ത് പതിവായിട്ട് ശീലിച്ചാൽ, പ്രത്യേകിച്ച് ആ പൊസിഷനിങ് കറക്റ്റ് ആവാതിരിക്കുക, അതുപോലെ അംബ്ലിക്കൽ കോഡ് ചുറ്റി വരിക, അതൊക്കെ വാദം വർദ്ധിക്കുന്നതുകൊണ്ടാണ്, മനസ്സിലായില്ല. അതുപോലെ ഫ്ലൂയിഡ് ഇല്ലാതെ വരിക, ഇതൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾ ഗർഭിണികൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന തകരാറാണ്. ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും മഹാധാനന്തരം ഗുളിക, അല്ലെങ്കിൽ ധന്വന്തരി ഗുളിക, അങ്ങനെ പല പേരുകളിൽ ചെറിയ വ്യത്യാസത്തോടെ പല ഫാർമസികളും ഇത് നിർമ്മിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ ചില പ്രത്യേക ചേരുവകൾ ഉള്ളതുകൊണ്ട് വിശ്വസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പൊതുവെ എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല. ഏത് സമയത്തും നിശ്ചയിക്കാം. ഔഷധങ്ങളൊക്കെ ചേരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മില്ലി കഷായം, ഇനിയിപ്പോൾ കഷായം എടുക്കണമെന്ന് വെച്ചാൽ 15 മില്ലി കഷായത്തിൽ 60 ml ചൂടുവെള്ളം, 1-2 ഗുളിക രോഗിയുടെ രോഗ തീവ്രതയ്ക്ക് അനുസരിച്ച് 1-2 ഗുളിക ചാലിച്ച് ചേർത്ത് കഴിക്കാൻ പറയും. ഇനി അതല്ലെങ്കിൽ ദശമൂലാരിഷ്ടത്തിൽ ചേർത്ത് കഴിക്കാൻ പറയും, ജീരകാരിഷ്ടത്തിൽ ചേർത്ത് കഴിക്കാൻ പറയും. അപ്പോൾ വായുവിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാണ്, അതുപോലെ നെഞ്ചിലേക്കും കഫക്കെട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും കൂടി സമം ചേർത്താൽ ധന്വന്തരി ചേർത്ത് കഴിക്കാൻ പറയും. അങ്ങനെ ഒട്ടനവധി അവയാരിഷ്ടത്തിൽ ചേർത്ത് കഴിക്കും, അമൃതാരിഷ്ടത്തിൽ ചേർത്ത് കൊടുക്കും, ജീരകാരിഷ്ടത്തിൽ ചേർത്ത് കൊടുക്കും, വിപ്പല്യാസത്തിൽ ചേർത്ത് കൊടുക്കും, ദ്രാക്ഷാദി കഷായത്തിൽ ചേർത്ത് കൊടുക്കും. ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുമ്പോൾ ദ്രാക്ഷാദി കഷായത്തിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗാവസ്ഥ നിശ്ചയിച്ച് അതിനനുസരിച്ച് വേണ്ടതായ കഷായങ്ങളും അതിലേക്ക് ധന്വന്തരി ഗുളിക ചേർക്കേണ്ട രീതിയും ഡോസും നിശ്ചയിക്കേണ്ടതാണ്. ഒരു ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഇതെല്ലാം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഗുളികയുടെ പ്രധാനവും അതിൻ്റെ ഉപയോഗ രീതികളും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സ്വയം ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കരുത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളൊരു 10 ഗുളിക വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചാൽ ഇത്തരം ഘട്ടങ്ങളിൽ അതൊരു സഹായമാവുകയും ചെയ്യും. മറ്റൊരു ഡോക്ടറെ കാണുന്നവരോ ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നവരോ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് ഇല്ലാതാക്കാനായിട്ട് 2 ഗുളിക മതി. മനസ്സിലായോ? എനിക്കത് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് വീണ്ടും എടുത്തു പറയുന്നത്. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ആവശ്യമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ അത്ഭുത സിദ്ധിയുള്ള ദിവ്യ ഔഷധമാണ് ഇത്. ആയുർവേദ ഔഷധങ്ങളെല്ലാം മിക്കതും അങ്ങനെ തന്നെയാണ്. ഞാൻ കൂടെ ഈ ദിവ്യ ഔഷധം, അത്ഭുത ഔഷധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബോറടിക്കേണ്ട. ഇത് പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ആയുർവേദ ഔഷധങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിന് യാതൊരു ദോഷവും വരുത്തുന്നില്ല, സേഫാണ്, എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഈ നമ്മുടെ ചുറ്റും കാണുന്ന ചെടികളുടെ വേരും പൂവും ഇലയും തൊലിയും കായും ഒക്കെയാണ്.
അതിൽ മറ്റൊന്നും ചേർക്കണില്ല. അത് കഷായം വെച്ചോ ഉണക്കി പൊടിച്ച് അരച്ച് ചേർത്തോ ഗുളിക ഉരുട്ടിയോ അരിഷ്ട രൂപത്തിലോ ഇത് വെച്ച് തൈലം കാച്ചി തൈല രൂപത്തിലൊക്കെയാണ് നിങ്ങൾക്ക് തരണത്. അപ്പോൾ അതുകൊണ്ട് ഇത് സേഫാണ്. അപ്പോൾ ഓരോ ആയുർവേദ ഔഷധവും ദിവ്യ ഔഷധം തന്നെയാണ്. അതിൽപ്പെട്ട അത്ഭുത മരുന്നുകളിൽ ഒന്നാണ് ധന്വന്തരി ഗുളിക. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്കിങ്ങിന് ശേഷം മാത്രം വേണം. അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.